ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഒരു 1/2 കിലോ ചിക്കൻ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 3 വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. 3 മീഡിയം സൈസ് ഉള്ളി ഇട്ടുള്ളൂ. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് നന്നായി വതക്കിയെടുക്കണം. ഉള്ളി വതക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായി വതങ്ങി കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി തക്കാളി ഒന്ന് വതക്കണം. തക്കാളി ഒന്ന് വതങ്ങിയ ശേഷം അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി കുറച്ച് ടീസ്പൂൺ നിറച്ചെടുക്കണം, ഹീപ്ഡ് ആയിട്ട് എടുക്കണം. ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വതക്കിയെടുക്കണം. ഇതൊന്ന് വതങ്ങിയ ശേഷം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കണം. ഞാൻ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതിനെ ഒന്ന് വതക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ നന്നായി കഴുകിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ചിക്കൻ ഏകദേശം മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ചിക്കനും വെള്ളം ഇറങ്ങും. എന്നിട്ട് നമ്മൾ കുക്കറിൽ ഒരു 4 വിസിൽ കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 4 വിസിൽ കൊടുക്കണം കേട്ടുള്ളൂ. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വേണം ബാക്കി പണികളൊക്കെ തുടങ്ങാൻ. 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ കുക്കറിലെ പ്രഷറൊക്കെ ഒന്ന് റിലീസായ ശേഷം അതിനെ ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് അതിനെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇനി ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും വിതറി കൊടുത്താൽ മതി. ഈ ചിക്കൻ കറി ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. ബൈ.